നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. PFI ലക്ഷ്യമിട്ടത് ഭാരതത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലെന്ന് കോടതി. നിരോധിത ഭീകര സംഘടനയായ PFIക്കെതിരായ NIAയുടെ കണ്ടെത്തലുകൾ ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. PFIയുടെ ആശയ പ്രചരണത്തിന് മാത്രമായിരുന്നില്ല പ്രവർത്തനങ്ങൾ എന്നും അതിലും എത്രയോ ഉപരിയായിരുന്നുവെന്നും ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു. PFI നേതാവ് E അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് സുരേഷ് കുമാർ, ജസ്റ്റിസ് മനോജ് ജെയിൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അപേക്ഷ പരിഗണിച്ചത്. അന്വേഷണ ഏജൻസി ശേഖരിച്ച തെളിവുകൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങളിൽ പ്രതിക്ക് വ്യക്തമായ പങ്കുള്ളതായി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ല. ഭരണഘടനയ്ക്ക് പകരം ഇസ്ലാമിക ഭരണം, അതായത് ഖിലാഫത്ത് അല്ലെങ്കിൽ ശരിയ കൊണ്ടുവരാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക എന്നതായിരുന്നു ആയുധ പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് സാക്ഷിമൊഴികൾ വ്യക്തമാക്കുന്നു. ഹിന്ദു സംഘടനാ നേതാക്കളെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്താനും സൈന്യത്തെ ആക്രമിക്കാനും 2047ഓടെ ഖിലാഫത്ത് സ്ഥാപിക്കാനുമുള്ള ആസൂത്രണം സർക്കാരിനെ അട്ടിമറിക്കുക മാത്രമല്ല ഭാരതത്തിന്റെ ഐക്യത്തെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കലായിരുന്നു. ഇതാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നതായും കോടതി വ്യക്തമാക്കി. ജാമ്യം നിഷേധിച്ച ബെഞ്ച് അബൂബക്കറിന് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി. പ്രതിക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും ശക്തമായ തെളിവുകളുണ്ടെന്നും NIA അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ PFI പരിശീലന ക്യാമ്പുകളടക്കം പ്രതി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചിരുന്നു. വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് PFI മുൻ ചെയർമാനായ E അബൂബക്കർ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. UAPA നിയമപ്രകാരം 2022 സെപ്റ്റംബർ 22-നാണ് E അബൂബക്കറിനെ NIA അറസ്റ്റ് ചെയ്തത്.